ഇന്ന് ഞാൻ ഇവിടെ ഒരു 3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്ത ഒരു വാച്ചിൻ്റെ ആഫ്റ്റർ 3 ഇയേഴ്സ് റിവ്യൂ ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബോട്ടിൻ്റെ ഒരു വാച്ചാണ്. ഞാനും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും ഒരേ സമയം വാങ്ങിയിരുന്ന വാച്ചായിരുന്നു. 3 വർഷമായി ഞങ്ങൾ 4 പേരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാച്ചാണ്. 4 പേരും ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കംപ്ലൈൻറ്റും ഈ വാച്ചിൻ്റെ ബോഡിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 4 പേരുടേതും സ്ട്രാപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം സ്ട്രാപ്പ് നമ്മൾ വാച്ച് 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഡെയിലി ഈ വാച്ച് നനയും. അങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വാച്ച് ഇങ്ങനെ ബെൻഡാവുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 4 പേരുടേതും ഏകദേശം ഒരു 1 to 1.5 ഇയറിൻ്റെ ഉള്ളിൽ എല്ലാ സ്ട്രാപ്പും പൊട്ടിപ്പോയിട്ടുണ്ട്. അതിന് പകരം ഇട്ട സ്ട്രാപ്പായിരുന്നു ഇത്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ കാലമായി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്ട്രാപ്പ് ഏകദേശം 200 സംതിങ് വാങ്ങിയതായിരുന്നു. ഈ വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ ഒരു 6 കളർ വേരിയൻറ്റുകളായിരുന്നു ഈ വാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് കുറച്ചൊരു ചെറിയ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന വാച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ചെറിയ ഡിസ്പ്ലേ ആണ്. 1.3 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെലിഞ്ഞ ആളുകൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സൈസിലായിരുന്നു ഈ വാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. LCD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ മുകളിലുള്ള ഗ്ലാസ് നോക്കുകയാണെങ്കിൽ 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല റഫ് യൂസ് തന്നെയായിരുന്നു ഞാനൊക്കെ 3 വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയാലും ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ്. ചെറിയ ഒരു പോറലൊക്കെ അവിടെ എവിടെയും കാണാമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗം മെറ്റലാണ്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ചാർജിങ് പോയിന്റ് ആണ്. ചാർജിങ്ങിൻ്റെ കേബിളും ഇത് ഇത്രയും കാലമായിട്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അസാധ്യ ബാറ്ററി ബാക്കപ്പാണെന്ന് പറയാം. നമ്മളിത് ഫോണിന് കണക്ട് ചെയ്യാതെയാണ് ഈ വാച്ച് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മാസം 5 ദിവസം, അതായത് 35 ദിവസത്തോളം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡ് ബൈ ടൈം എന്നുള്ളത് 20 to 30 ഡേയ്സ് ആണ്. എന്നാൽ എൻ്റെ കേസിൽ 30 ഡേയ്സിൻ്റെ മുകളിൽ സ്റ്റാൻഡ് ബൈ ടൈം കിട്ടിയിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഫോൺ ത്രൂ കണക്ട് ചെയ്തുകൊണ്ടാണ് ഫുൾ ടൈം യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 8 to 10 ഡേയ്സ്. അത്യാവശ്യം നല്ല കിടിലം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഡിവൈസാണ്. ഇപ്പോഴൊക്കെ ഓരോരുത്തർ വാച്ച് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് എടുത്ത് ചാർജ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് കാണാം. അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഇതുവരെ ഈ വാച്ചിൽ നേരിട്ടിട്ടില്ല. കാരണം ചാർജർ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഏകദേശം എൻ്റെ ഒരു കേസിൽ ഒരു വർഷത്തിൽ തന്നെ ഒരു 20 പ്രാവശ്യം മാത്രമൊക്കെ ആയിരിക്കും ഞാൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു വാച്ചാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര നൈസായിട്ടുള്ള ഓപ്ഷനായിരുന്നു. പിന്നീട് പറയാനുള്ളത് ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് വന്നിട്ടില്ല. കാരണം ഇത് 2021 ഇറങ്ങിയ വാച്ചായിരുന്നു. അന്ന് ബ്ലൂടൂത്ത് കോളിംഗ് ഒന്നും ഇത്ര കളിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് വന്നിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോൺ ത്രൂ ഇതിൽ കിട്ടുന്നതാണ്. കോൾ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നീട് ഇതിലെ ആക്ടിവിറ്റി ട്രാക്കിങ്ങൾ നോക്കുകയാണെങ്കിൽ 9 ട്രാക്കിംഗ് മോഡുകൾ വന്നിട്ടുണ്ട്. പിന്നീട് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ 3 ടൈപ്സ് ഓഫ് വാൾപേപ്പറുകളായിരിക്കും ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഈ ഒരു വാൾപേപ്പറും പിന്നീട് ഇതൊന്നും ഇങ്ങനെ ഒരു 3 എണ്ണം. പിന്നീട് നമുക്ക് ഇവരുടെ ക്ലൗഡിൽ നിന്നും വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു വാച്ച് ഫേസ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവരുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ബോട്ട് പ്രോ ഗിയർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇതിന് ശേഷം ഇവരുടെ 2 or 3 ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഈ വാച്ചിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് പറയാം, കിടിലൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത സമയത്ത് ബ്ലൂടൂത്ത് ഓഫാക്കി ഇട്ടു എന്ന് വെക്കുക. പിന്നീട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ തന്നെ കണക്റ്റ് ആവണം. എന്നാൽ പല സമയത്തും ഇത് കണക്റ്റ് ആവാറില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ കണക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിലും അതും കുറവ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ത്രൂ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല പറയാനുള്ളത്. ബിൽഡ് ക്വാളിറ്റി നൈസാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, അതേപോലെ ബ്ലഡ് പ്രഷർ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം അക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഹാർട്ട് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഫയർ ബോൾട്ടിൻ്റെ ഒക്കെ വാച്ചിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കെട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കാണിച്ച് ഇവിടെ ഒരു വാല്യൂ എഴുതി കാണിക്കും. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു സംഭവം കാണിക്കില്ല. എന്നാൽ ഞാനിപ്പോൾ കൈയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോഴാണ് ഇതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് നമ്മൾ കയ്യിൽ കെട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ വാച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പറ്റാത്ത വാച്ചുകളാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കാണുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഓക്സിജൻ ചെക്ക് ചെയ്യാം. ഇത് നമുക്ക്
ഓക്സിമീറ്റർ വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരും. ഇത് രണ്ടും ഏകദേശം അക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെയും പല വാച്ചുകൾ ഇടയ്ക്ക് വാങ്ങി യൂസ് ചെയ്ത് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെയും വാച്ചിൻ്റെയും ഒരു വാല്യൂകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വാച്ചിൻ്റെ കേസ് വരുമ്പോൾ ഇത് രണ്ടും ഏകദേശം ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് ഓക്സിജൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്ലഡ് ഓക്സിജൻ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിവിടെ ഓക്സിമീറ്റർ കണക്ട് ചെയ്ത് ഓക്സിമീറ്ററിലും ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. രണ്ടിലും ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കാണിക്കാറുള്ളത്. ഒന്ന് നോക്കാം. ഈ SpO2 എന്ന ഏരിയ ഇവിടെ കാണുന്നതാണ് ഓക്സിജൻ്റെ ലെവൽ. ഇവിടെ 96 കാണിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. 95. ഒരു പോയിൻറ്റിൻ്റെ മാത്രം മാറ്റമാണ് രണ്ടും തമ്മിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ 96 തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയും 96 തന്നെ ആയിരുന്നു കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഇറങ്ങുന്ന കുറേ വാച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവരിത് ചെക്ക് ചെയ്യോ ഇല്ലയോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ അവർ കുറച്ച് സമയം ഇങ്ങനെ കാണിച്ച് ഒരു വാല്യൂ എഴുതി കാണിക്കും. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു സംഭവമേ വരുന്നില്ല. നമ്മൾ കയ്യിൽ കെട്ടിയാൽ മാത്രമേ അവർ ഇതിൻ്റെ സെൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. ചില സമയത്ത് ബോട്ടിൻ്റെ വെബ്സൈറ്റിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്ന ഒരു വാച്ചാണ്. ധൈര്യമായിട്ട് വാങ്ങാം. കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാം. അത്യാവശ്യം റഫ് യൂസിങ്ങിനെല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഈ ഒരു വാച്ച് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം 1100 രൂപ ടു 1300 രൂപ വരെയാണ്. ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള ഡിവൈസുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിലേറെ കൂടുതൽ ഡിസ്പ്ലേ സൈസ് ഉള്ള ഡിവൈസുകളും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത്ര ബിൽഡ് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു പവർ ബട്ടണൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ബിൽഡാണ്. നേരെ മറിച്ച് ഫയർ ബട്ടൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഫയർ ബോൾട്ടൊക്കെ ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയാണ് ഫയർ ബോൾട്ടിനൊക്കെ വന്നിട്ടുള്ളത്. ഫയർ ബോൾട്ടിൻ്റെ ഞാനൊരു വാറൻറ്റി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വരുന്ന റിവ്യൂസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10 ആൾ വാച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 4 ആളെന്തെങ്കിലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട് ഫയർ ബോൾട്ടൊക്കെ. ഞാൻ ഒരു ബ്രാൻഡിനെ മാത്രം എടുത്ത് പറയുകയല്ല, ബോട്ടിൻ്റെ നോക്കിയാലും ഇപ്പോൾ ഇറങ്ങുന്ന വാച്ചുകൾ ഇത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു വാച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു. നമ്മൾ അന്ന് 2000 കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഓക്കെ തന്നെയായിരുന്നു. വാട്ടർ പ്രൂഫിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇതിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ക വാട്ടർ പ്രൂഫാണ്. ഞാൻ ഇതൊക്കെ സാധാരണ നീന്തുമ്പോൾ വരെ ഞാൻ പുഴയിലൊക്കെ നീന്തുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു പ്രശ്നവും ഈ വാച്ചിന് ഉണ്ടാവില്ല. ഇത്രയൊക്കെയാണ് ഈ വാച്ചിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.